സിപിഐഎമ്മും ആർഎസ്എസും ഒരുപോലെ ശത്രുക്കളെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജീവൻ നൽകിയും ആർഎസ്എസിനെ ചെറുക്കുന്ന പ്രസ്ഥാനമാണ് സിപിഐഎം എന്ന് എം.എ. ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണെന്ന് ഓർക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും പ്രതികരിച്ചു. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസീത കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി CPM-നെയും അതോടൊപ്പം തന്നെ RSS-നെയും ഒരുപോലെ അവരുടെ ആശയങ്ങൾ എതിർക്കണമെന്നൊരു പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് പിന്നീട് വിവിധ കോണുകളിൽ നിന്ന് വരുന്നത്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ അത് വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് RSS-നെ ശക്തമായി എതിർക്കേണ്ട ഈ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന CPM-നെതിരെ CPM-ഉം RSS-ഉം ഒരുപോലെ എന്ന രീതിയിൽ പ്രസ്താവന നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടിയിൽ ഒന്നടങ്കം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ M.A. ബേബി അദ്ദേഹം പ്രധാനമായും പ്രതികരിച്ചത് ഈ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഒരു ശ്രദ്ധക്കുറവുണ്ടായതായി മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ RSS-നെയും CPM-നെയും ഒരുപോലെ ഇത്തരത്തിൽ കാണുന്ന ഈ പ്രസ്താവന അതിൽ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും പരിശോധിക്കണം, കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു പരിശോധന നടത്തണമെന്നും M.A. ബേബി ആവശ്യപ്പെടുകയും ചെയ്തു. CPM-നെയും RSS-നെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇത്തരത്തിൽ വിമർശിച്ചത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും കോൺഗ്രസും ഒക്കെ ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ്യത്ത് RSS-ന്റെ വളർച്ചയ്ക്ക് സഹായകമായ കോൺഗ്രസിന്റെ നയങ്ങളും നിലപാടുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിരൂക്ഷമായ രീതിയിലായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചത്. അദ്ദേഹം എക്സിലൂടെ തന്നെ ബാബറി മസ്ജിദ് അതിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തതും അത് പൊളിച്ചു നീക്കി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ ഓരോ സംഭവ വികാസങ്ങളും, മാത്രമല്ല കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒഴുക്കും ഈ BJP-യുടെ ദേശീയ നേതൃത്വത്തിന് കരുത്ത് പകർന്ന രീതിയിലുള്ള കോൺഗ്രസ് സഹായിച്ചതും RSS-നെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ സഹായ നിലപാടുകളും മൃദുഹിന്ദുത്വ സമീപനം എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എക്സിലൂടെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചത്. മാത്രമല്ല ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അത് അത്ഭുതപ്പെടുത്തുന്നതും അന്താളിപ്പിക്കുന്നതുമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നതെന്നും കൂടി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ആരോപിക്കുകയും ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഒരു CPM ബിരുദനാക്കി നിർത്തണമെന്നുള്ള ആഗ്രഹം. അദ്ദേഹം ഒരു ദേശീയ നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് ഫാഷിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നേതൃത്വം നൽകലാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ മടിക്കുകയാണ്. അദ്ദേഹത്തെ അത് മറന്നു കളയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രത്യേക സ്വഭാവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം നടക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല പാർലമെൻറ്റ് സമ്മേളനം വരാനിരിക്കുന്നു. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെയും യോജിച്ചുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു മതനിരപേക്ഷ സഖ്യകക്ഷിയിലെ ഒന്നടക്കം മതനിരപേക്ഷ സഖ്യകക്ഷി എല്ലാം തന്നെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സമരവുമായി BJP-ക്കെതിരെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ സഖ്യത്തിനുള്ളിലെ CPM-നെ ഇത്തരത്തിൽ RSS-മായി യോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ദേശീയ തലത്തിൽ ഉണ്ടായത്.